ഇന്ന് അധികമായി കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് സന്ധിവേദന. സന്ധിവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ജോയിൻസ് ഉണ്ട്. അതിനെയാണ് സന്ധികൾ എന്ന് പറയുന്നത്. കാലുമുട്ട്, കൈമുട്ടുകൾ, കൈ കാല് വിരലുകളിലുള്ള ജോയിൻസ്, നട്ടലുകളിൽ ധാരാളം സന്ധികളുണ്ട്, തോളിലുണ്ട് എന്ന് വേണ്ട സന്ധികളെ കൊണ്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇന്ന് സന്ധികളെ ബാധിക്കുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. മൊത്തത്തിൽ സന്ധിവാതം എന്ന് പറയും. ഈ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. വേദനകളുള്ള കാലുകളിൽ നല്ല വേദനകൾ, മുട്ടുകളിൽ നല്ല വേദന ഉണ്ടെങ്കിൽ കൂടുതൽ നടക്കാതിരിക്കുക, കൂടുതൽ സമയം നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക, കഴിയുന്നതും ചികിത്സിക്കുക. ചികിത്സ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുക. സന്ധിവേദനയ്ക്ക് മറ്റു പല കാരണങ്ങൾ, നമ്മുടെ ഭക്ഷണങ്ങൾ പലതും കാരണമാകുന്നുണ്ട്. അമിതമായി തണുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ സന്ധികളിൽ പലർക്കും വേദനകൾ അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണം തൈര് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ സന്ധികളിൽ വേദനകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നു. അമിതമായിട്ട് എല്ലാം ലിമിറ്റായിട്ട് കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ മാങ്ങ, പൈനാപ്പിൾ, പപ്പായ, ഓറഞ്ച്, മുന്തിരി, ഇങ്ങനെ പുളിയുള്ളതെല്ലാം ഒഴിവാക്കുക. അതുപോലെ തണുത്ത ഭക്ഷണങ്ങൾ, ഐസ്ക്രീം, ഐസ് വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. സന്ധികളിൽ ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ സിദ്ധയിലുണ്ട്. ഒന്നല്ല, ധാരാളമുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഡോക്ടർ ഗ്രീൻ ഓയിൽ. ഗ്രീൻ ഓയിൽ ഈ വേദനയുള്ള ഭാഗത്ത് 2, 3, 4 പ്രാവശ്യം പുരട്ടുകയും രാത്രി നല്ല ചൂട് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏത് തരം സന്ധിവേദനയും എളുപ്പത്തിൽ മാറുന്നതായി കണ്ടുവരുന്നു. അതുകൂടാതെ ധാരാളം ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട്. എക്സ്റ്റേണലിൽ തന്നെ വാതകേസരി തൈലം, ചിറ്റാമുട്ടി തൈലം, ഇങ്ങനെ പല തൈലങ്ങൾ സിദ്ധയിലുണ്ട്. ഇൻറ്റേർണലായിട്ട് പലതരം മരുന്നുകൾ സിദ്ധയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലതരം കഷായത്തിന് തമിഴിൽ ഞങ്ങൾ സിദ്ധയിൽ കുടിനീരെന്നാണ് പറയുന്നത്, നെരിഞ്ഞൽ കുടിനീർ. ഈ മരുന്നുകളൊക്കെ വളരെ ഇഫക്റ്റീവാണ്. പിന്നെ ചില ഗുളികകൾ, പിന്നെ ആർത്തറൈറ്റിസ് ബാധിച്ച രോഗികളിൽ പലർക്കും രസഗന്ധി മെഴുക് വളരെ ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെ നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് അമുക്കറ ചൂർണം, അമുക്കറ കിഴങ്ങ് ചൂർണം എന്നുള്ള ഒരു പൗഡർ. അത് വളരെ എഫക്റ്റീവാണ്. ഇതൊരു ബെസ്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, അനൽജസിക്കാണ്, ഒരു ജനറൽ ടോണിക് കൂടിയാണ്. സിദ്ധയെ സംബന്ധിച്ചിടത്തോളം ഈ ജോയിൻസിൽ പെയിന്, റൊമാറ്റിസം, ഇതുപോലെ എന്തെങ്കിലും കേസുകൾ വരുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നത് ഈ അമുക്കറ കിഴങ്ങ് ചൂർണമാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു മരുന്നാണ്. ഇന്ന് ഇവിടെ കേരളത്തിൽ എല്ലാ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലും ആശുപത്രി ഒന്നുണ്ട്. അവിടെയും ഈ ചൂർണങ്ങളും മരുന്നുകളും കിട്ടുന്നുണ്ട്. റെസ്റ്റ് ഇതിന് ഒരു മസ്റ്റാണ്. റെസ്റ്റ് ഇല്ലായ്മ ആണ് പലതരം ഇതുപോലെ സന്ധികളിലുണ്ടാകുന്ന വേദനകൾക്ക് കാരണം. പിന്നെ കഴുത്ത് വേദനകൾ പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് ചുമടെടുക്കുന്നവർ, പിന്നെ കമ്പ്യൂട്ടറിന് മുമ്പ് ഒരുപാട് സമയം ഇരിക്കുന്നവർക്ക് കഴുത്ത് വേദനയും നട്ടെല്ല് വേദനയും നടുവ് വേദനയും, ഇങ്ങനെ സന്ധികളിലെല്ലാം പെയിനുകളുണ്ടാവും. അത്തരം ആൾക്കാർ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ ഇടയ്ക്കും മുറയ്ക്കും ഒന്ന് എണിച്ച് 2 സ്റ്റെപ്പ് നടന്ന് കൈകാലെല്ലാം പൊക്കി ഒന്ന് കുനിഞ്ഞ് നിമിന്ന് വീണ്ടും അവരുടെ പണി തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ ഉള്ള നട്ടെല്ല് വേദന, കഴുത്ത് വേദന, നടുവ് വേദന, ഇതെല്ലാം ഒരു പരിധിവരെ മാറ്റുവാൻ സഹായിക്കും. പിന്നെ വീഴ്ചകൾ കാരണം ഉണ്ടാകുന്ന വേദനകൾ, പലതരം വീഴ്ചകൾ കാരണം നട്ടെല്ല് വേദന, അതുപോലെ തന്നെ സന്ധികളിൽ, മുട്ടുകളിൽ ഉണ്ടാകുന്ന വേദന, ചിലപ്പോൾ ലിഗമെൻറ്റ് ടയർ അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഫ്രാക്ചർ, അതുപോലെ തന്നെ മുട്ടുകൾ സ്ലിപ്പായി മാറിപ്പോകുന്നത്, ഷോൾഡർ ജോയിൻ്റ് മാറിപ്പോകുന്ന കേസുകൾ, ഡിസ്ലൊക്കേഷൻ എന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. അത്തരം കേസുകളിൽ ഈ ഗ്രീൻ ഓയിൽ വളരെ എഫക്റ്റീവാണ്. ഒരു മരുന്നും വേണ്ട,
വെറും ഗ്രീൻ ഓയിൽ മാത്രം 2, 3, 4 പ്രാവശ്യം ഇടുകയാണെങ്കിൽ അത്തരം വേദനകൾ എളുപ്പത്തിൽ മാറും. ഈ സമയങ്ങളിൽ ഒന്ന് റെസ്റ്റ് കൂടെ അത്യാവശ്യമാണ്. മുട്ട് ഡിസ്ലൊക്കേറ്റായിട്ട് ഉള്ളവർ കൂടുതൽ നടന്നുകൂടാ. റെസ്റ്റ് എടുത്ത് തന്നെ ഈ എണ്ണയിട്ട് കുറച്ച് പിടിച്ച് മടക്കി വിടുക, നടക്കാതിരിക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഈ വേദനകളൊക്കെ എളുപ്പത്തിൽ മാറും. പിന്നെ ഉള്ളതാണ് ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന, ഹെഡേക്ക്. ഇത് ഒരുതരം സന്ധിവേദന അല്ല എങ്കിൽ പോലും വളരെ എഫക്റ്റീവാണ്. ഈ മൈഗ്രെയിനും എന്ന് പറയുന്ന ഈ തലവേദനയ്ക്ക് ആ ഗ്രീൻ ഓയിൽ തന്നെ തലക്ക് തേച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നല്ല ശമനം കിട്ടും. അതുപോലെ തന്നെ എല്ലാ വേദനകളും മാറ്റുവാൻ ചൂടുവെള്ളം കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, മഴ, അതുപോലെ തണുപ്പ് സമയങ്ങളിൽ ഒന്ന് ചൂടുവെള്ളം കുളിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളുന്നു. പിന്നെ ഫുഡ്, തണുപ്പുള്ള പുളിപ്പുള്ള ഫുഡുകൾ കഴിയുന്നതും ഒഴിവാക്കുക. കൂടുതൽ ഭാരമുള്ള സാധനങ്ങൾ കൂടുതൽ തൂക്കാതിരിക്കുക. കാല് അടിപ്പാഹും, കപ്പുറ്റി വേദന, അതുപോലെ തന്നെ മുട്ടുകളിലുണ്ടാവുന്ന വേദനകൾ, ഇതിനൊക്കെ കുറേശ്ശെ റെസ്റ്റ് കൂടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് ഇത്തരം മരുന്നുകളും തൈലങ്ങളും പുരട്ടുകയാണെങ്കിൽ ഏത് തരം വേദനയും എളുപ്പത്തിൽ മാറ്റാം. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പലരും ഇതുപോലെ വേദനകൾ വരുമ്പോൾ ഒരുപാട് മരുന്നുകൾ ആവശ്യമില്ലാതെ കഴിക്കുന്നുണ്ട്. ഒരു മരുന്നും ഇല്ലാതെ വെറും എണ്ണയിൽ മാറ്റാനുള്ള ഒരു വിദ്യയാണ് സിദ്ധയിലുള്ളത്. അതായത് പുറമേ മരുന്നുകൾ പുരട്ടി തന്നെ മാറാത്ത പല അസുഖങ്ങളെയും മാറ്റുവാൻ സിദ്ധ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളുന്നു. സന്ധിവേദനകളിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇന്ന് പലരും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ആർത്രൈറ്റിസ് പിടിപ്പെട്ടാൽ വിരലുകൾ, സന്ധികളിൽ വളവുകളുണ്ടാവും. പ്രത്യേകിച്ച് ജോയിൻസ് വളഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും. അത് വരാതിരിക്കുവാൻ വിരലുകൾ വളഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലാവുമ്പോൾ പിടിച്ച് നിമിർക്കുക. ഗ്രീൻ ഓയിലിട്ട് പിടിച്ച് നന്നായിട്ട് സന്ധികൾ, ജോയിൻസ് പിടിച്ച് നിമിർത്ത് വിടുക. വളയാൻ സമ്മതിക്കരുത്. വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എണ്ണയിട്ട് പിടിച്ച് നിമിർക്കുമ്പോൾ ആ വളവുകളിൽ നിന്ന് അത് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ പഴയതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പുളിപ്പുള്ള തണുപ്പുള്ള ഭക്ഷണങ്ങൾ, തണുത്ത കാലാവസ്ഥകളിൽ ഉള്ള താമസങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ വീഴ്ചകളുടെ കാര്യങ്ങളിലും അതുപോലെ തന്നെ റെസ്റ്റ് വേണം. ഏത് വേദനയും മാറ്റുവാൻ കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി, മാറും. വേദനയും കൊണ്ട് നടന്നുകൊണ്ടിരുന്നാൽ വേദനകൾ പെട്ടെന്ന് മാറത്തില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. ഏത് വേദനയായിരുന്നാലും കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അത് കയ്യിലും കാലിലും നടുവിൽ കഴുത്തിൽ എവിടെയായിരുന്നാലും അത് വളരെ അത്യാവശ്യമാണ്. റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ എണ്ണകൾ മാത്രം പുരട്ടിയാലും വേദനകൾ മാറും. അതുപോലെ ഒരുപാട് ദൂരം ഉള്ള നടത്തുകൾ, ഓട്ടങ്ങൾ, ഇതെല്ലാം വേദനകൾ ഉണ്ടാവാൻ കാരണമായിട്ട് തീരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയോടെ പോയാൽ നല്ലത്. അസുഖമുള്ളവർക്ക് ആണ് ഇത് ബാധകം. ആരോഗ്യമുള്ളവർ എന്ത് വേണമെങ്കിലും നടക്കാം, ഓടാൻ, ചാടാം, എന്ത് ഭക്ഷണവും കഴിക്കാം. അസുഖമുള്ളവർ ഇത്തരം ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലും കുറച്ച് റെസ്ട്രിക്ഷനോട് കൂടി ആണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിന് പ്രത്യേകിച്ച് തണുപ്പുള്ളത്, പുളിപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. വേറെ ഒന്നും വലുതായിട്ട് ഇപ്പോൾ ഈ അവസരത്തിൽ പറയുവാനില്ല. ഇനിയൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി നല്ല ഒരു ഡീറ്റെയിൽഡ് ഒരു ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. അതിന് പലതരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇത് ഉണ്ടാവും. പിന്നെ ജോയിൻസിൽ വരുമ്പോൾ പല രോഗങ്ങൾ കണക്റ്റഡായിട്ട് വരും. ഇപ്പോൾ സോറിയാസിസ് ഉള്ളവർക്ക് ആർത്രൈറ്റീസ് വരുന്നുണ്ട്. അവരുടെ ആർത്രൈറ്റീസ് മാറാൻ അത് തീർച്ചയായിട്ടും അതിന് ഇൻറ്റേർണൽ മെഡിസിൻസ് കൂടിയേ ആവൂ. അത്തരം രോഗികളിൽ ഇൻറ്റേർണൽ മെഡിസിൻ്റെ ആവശ്യം ഉണ്ട്.